ഹിസ്ബുള്ള ഭീകരർക്കെതിരെ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. തെക്കൻ ബെയ്റൂട്ടിൽ ഡസൻ കണക്കിന് മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു. ആദ്യമായി ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുകയും ചെയ്തു. സംഘർഷത്തിനു പിന്നാലെ ആയിരക്കണക്കിന് പേരാണ് ലബനനിൽ നിന്ന് പലായനം ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി ആരംഭിച്ച ആക്രമണത്തിൽ ഏകദേശം അരമണിക്കൂറോളമാണ് മിസൈലുകൾ എത്തിയതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വടക്കൻ ബെഡ്ഖാവി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനും ഭാര്യയും 2 പെൺമക്കളും കൊല്ലപ്പെട്ടതായി ഭീകര സംഘടന അറിയിച്ചു. ഹമാസിന്റെ സൈനിക വിഭാഗത്തിലെ 2 മുതിർന്ന ഉദ്യോഗസ്ഥരെ വധിച്ചതായി ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബർക്കിന ഫസോയിൽ സജീവമായി പ്രവർത്തിക്കുന്ന JNIM എന്ന തീവ്രവാദ സംഘടനയാണ് ഇതിന് പിന്നിൽ. ഓഗസ്റ്റ് 24-നായിരുന്നു സംഭവം നടന്നത്. ബർസലോഖയിൽ നാട്ടുകാർ സുരക്ഷയ്ക്കായുള്ള ട്രെഞ്ചുകൾ കുഴിക്കുന്നതിനിടയിലായിരുന്നു ആക്രമണം. സ്ത്രീകളും കുട്ടികളുമാണ് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും. 2015 മുതൽ കലാപങ്ങൾ വലച്ചുകൊണ്ടിരിക്കുന്ന ബർക്കിന ഫസോയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു നടന്നത്. 200 പേർ കൊല്ലപ്പെട്ടെന്നാണ് ഐക്യരാഷ്ട്രസഭ പറഞ്ഞത്. അതേസമയം 300 പേരെന്നാണ് JNM അവകാശപ്പെട്ടത്. എന്നാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 600ഓളം വരുമെന്ന് ഫ്രഞ്ച് സർക്കാരിന്റെ സുരക്ഷാ വിലയിരുത്തൽ ടീമിനെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് 200ഓളം മിസൈലുകൾ ഹിസ്ബുള്ള തൊടുത്തുവിട്ടിരുന്നു. കൂടുതൽ ആക്രമണത്തിന് ഹിസ്ബുള്ള തയ്യാറെടുക്കുന്നുവെന്നാണ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയായിരുന്നു. ഹിസ്ബുള്ള ഭീകരർ ഉൾപ്പെടെ 1400ഓളം പേരെയാണ് ഇസ്രായേൽ ഇതുവരെ വധിച്ചത്. 1.2 ദശലക്ഷം പേരാണ് 2 ആഴ്ച കൊണ്ട് പലായനം ചെയ്തത്. കരമാർഗം ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഇതുവരെ വിവിധ റാങ്കുകളിലുള്ള 30 കമാൻഡർമാർ ഉൾപ്പെടെ 440-ലധികം ഹിസ്ബുള്ള ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിക്കുകയും ചെയ്തു. ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള നടപടികളും IDF ഊർജിതമാക്കിയിട്ടുണ്ട്. ഇറാന്റെ നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഭീഷണി സന്ദേശത്തിന് പിന്നാലെയായിരുന്നു സംഘർഷം കലുഷിതമായത്. ഹമാസിനൊപ്പം തന്നെ ഹിസ്ബുള്ളയും തീർക്കും എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത്. കഴിഞ്ഞ ദിവസം വ്യോമാക്രമണം നടത്തിയിരുന്നു. അതേസമയം ഇറാൻ തിരിച്ചടിച്ചപ്പോൾ 8 സൈനികരെ ഇസ്രായേലിന് നഷ്ടമായിരുന്നു. ഇന്നലെ 2 സൈനികരെയും ഇത്തരത്തിൽ ഇസ്രായേലിന് നഷ്ടമായി. അതേസമയം സിറിയയിൽ പതുങ്ങിയിരുന്ന നിരവധി ഭീകരരെയും ഇതിനോടകം തന്നെ വധിച്ചു തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത്. ഇസ്രായേലിന് നേരെയും ഇറാഖും ഇറാനും രംഗത്ത് വരുന്നുണ്ട്. ഇസ്രായേൽ തങ്ങൾക്കുള്ള തിരിച്ചടി തുടർന്നാൽ പ്രത്യാക്രമണം ഗുരുതരമായിരിക്കും എന്ന് തന്നെയാണ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞത്. പക്ഷേ ആ പറഞ്ഞതിന് തിരിച്ചടിയായിട്ട് തന്നെയാണ് ഹസൻ നസ്രള്ളയുടെ പിൻഗാമി കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നത്. ഖമേനി അന്ന് പ്രസംഗത്തിൽ പറഞ്ഞതിന് തിരിച്ചടി നൽകുകയായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം.